السلام عليكم ورحمة الله. إن الحمد لله والعاقبة للمتقين ولا عدوان إلا على الظالمين. أصلي وأسلم على من أشرف الأنبياء والمرسلين وعلى آله وصحابه الفائزين برضا الله. أما بعد. സ്നേഹം നിറഞ്ഞ പണ്ഡിതന്മാരെ, നേതാക്കന്മാരെ, സഹപ്രവർത്തകരെ, സഹോദരി സഹോദരന്മാരെ, കേരള ജമിഅത്തുൽ ഉലമയും കേരള നദ്വത്തുൽ മുജാഹിദീനും ആവിഷ്കരിച്ച ഒരു പാഠ്യപദ്ധതിയാണ് ഖുർആൻ ഹദീസ് ലേണിംഗ് സ്കൂൾ. കേരളത്തിലങ്ങോളം ഇങ്ങോളം പല സെൻ്ററുകളിലും ഇതിൻ്റെ ക്ലാസ്സുകൾ നടന്നു വരികയാണ്. ഖുർആൻ എന്താണെന്നറിയാത്ത, അതിൻ്റെ വ്യാഖ്യാനമായ ഹദീസ് എന്തെന്ന് മനസ്സിലാക്കാത്ത ധാരാളക്കണക്കിന് ആളുകൾ അള്ളാഹുവിൻ്റെ ഈ സന്ദേശം കേട്ടുകൊണ്ട് ജീവിതത്തിൻ്റെ പല മേഖലകളിലും വന്നുപോയിട്ടുള്ള പാളിച്ചകളെല്ലാം മാറ്റിക്കൊണ്ട് ഖുർആനും ഹദീസും എന്താണോ തന്നോട് ഉണർത്തുന്നത് അത് സ്വജീവിതത്തിലേക്ക് പകർത്തിക്കൊണ്ട് നല്ലവരായിക്കൊണ്ട് ജീവിക്കുവാൻ ഉതകുന്ന തലത്തിലാണ് ഈ ഒരു പാഠ്യപദ്ധതി ക്രമീകരിച്ചിട്ടുള്ളത്. വിശുദ്ധ ഖുർആൻ അതെങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് എന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെപ്രകാരമാണ് വിശദീകരിച്ചു കൊടുത്തത് എന്നും ഈ ഖുർആനിനെയും ഹദീസിനെയുമെല്ലാം എപ്രകാരമാണ് സ്വഹാബ കിറാമുകൾ മനസ്സിലാക്കിയതെന്നുമെല്ലാം സവിസ്തരം വിശദീകരിക്കുന്ന ഒരു സെഷനാണ് ഇൻഷാ അല്ലാഹ് ഇവിടെ ആരംഭിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലക്ഷക്കണക്കിന് വരുന്ന സഹാബാക്കളെ മുൻനിർത്തിക്കൊണ്ട് ഹജ്ജത്തുൽ വദാഇൽ വെച്ചുകൊണ്ട് പ്രഖ്യാപിച്ചു, തറക്തു ഫീക്കും അംറൈൻ ലൻ തദില്ലു മാ തമസ്സക്തും ബിഹിമാ കിതാബുല്ലാഹി വസുന്നത റസൂലി. ഇതാ ഞാൻ നിങ്ങളിലേക്ക് വിട്ടേച്ചു പോവുകയാണ് രണ്ട് കാര്യങ്ങൾ. ഈ രണ്ട് കാര്യങ്ങളെയും നിങ്ങൾ മുറുകെ പിടിക്കുന്നിടത്തോളം കാലം നിങ്ങൾ ഒരിക്കലും പിഴച്ചു പോകില്ല, ആദർശ വ്യതിയാനം സംഭവിക്കുകയില്ല എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഖ്യാപിച്ചു. അതേതെല്ലാമാണ് എന്ന് പ്രവാചകൻ തുടർന്നുകൊണ്ട് പറയുകയാണ്, കിതാബുല്ലാഹി വസുന്നത റസൂലി. അള്ളാഹുവിൻ്റെ വേദഗ്രന്ഥവും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയുമാകുന്നു എന്ന്. ഖുർആനിനെ മനസ്സിലാക്കണമെങ്കിൽ ഹദീസുകൾ എന്താണെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്, അത് പഠിക്കേണ്ടതുണ്ട്. അതിനെ മാറ്റി വെച്ചുകൊണ്ടുള്ളൊരു ജീവിതം ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവാൻ പാടില്ല. ഇതിനെ സംബന്ധിച്ച് സവിസ്തരം വിശദീകരിക്കാൻ പോകുന്നത് മഹാനായ പണ്ഡിതന്മാരായ ഹനീഫ് കായക്കൊടി അവർകളും
അഹമ്മദ് അനസ് മൗലവിയും MM അക്ബർ സാഹിബുമാണ്. ഈ ഒരു സെഷൻ എല്ലാവരും ശ്രദ്ധാപൂർവം കേൾക്കുകയും യഥാവിധി മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്തുകൊണ്ട് ശ്രദ്ധയോടുകൂടി ഖുർആനിനെയും ഹദീസിനെയും മനസ്സിലാക്കിക്കൊണ്ട് അതിനെ മുറുകെ പിടിച്ചുകൊണ്ടൊരു ജീവിതം നയിക്കുവാൻ നമ്മളെല്ലാവരും ശ്രമിക്കണമെന്ന് ഉണർത്തുകയാണ്. അതോടൊപ്പം തന്നെ നിങ്ങളെ ഉണർത്താനുള്ളൊരു കാര്യം, രാത്രിത്തെ ഭക്ഷണം ആവശ്യമുള്ള ആളുകൾ, അതിൻ്റെ മേഖല ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ, അല്ലെങ്കിൽ ബസ്സിൽ വന്നിട്ടുള്ളതിൻ്റെ അമീറുകൾ, അവർ കൗണ്ടറുമായി കൊണ്ട് ബന്ധപ്പെട്ട് അതിൻ്റെ കൂപ്പൺ വാങ്ങണമെന്ന് ഉണർത്തുകയാണ്. അതോടൊപ്പം തന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഈ സമ്മേളനത്തിന് വേണ്ടി പള്ളികളിൽ നിന്ന് പിരിച്ചതായിട്ടുള്ള ആ സംഖ്യ എത്രയും പെട്ടെന്ന് അതിൻ്റെ കൗണ്ടറിൽ ഏൽപ്പിച്ചുകൊണ്ട് റസീറ്റ് കൈപ്പറ്റണമെന്ന് ഉണർത്തുകയാണ്. ഖുർആനിൻ്റെ പ്രായോഗിക മാർഗരേഖ എന്ന സെഷൻ ആരംഭിക്കുന്നു. അതിലേക്ക് പണ്ഡിതന്മാരെയും എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് വിരാമമിടുന്നു. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.